ബഹുമാനീയനായ അധ്യക്ഷൻ പാസ്റ്റർ പി ജോയ് അവർകൾ, ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ നേതൃത്വ നിര, അനേക പതിറ്റാണ്ടുകൾ കർത്താവിൻ്റെ മഹത്വമുള്ള വേല ചെയ്ത് ക്ഷീണിതരെങ്കിലും ഒരു ഐശ്വര്യവും അനുഗ്രഹവുമായി നമ്മുടെ മധ്യേ ആയിരിക്കുന്ന വന്ദ്യരായ ദൈവദാസന്മാർ, സ്റ്റേജിലും ഈ വേദിയിൽ എല്ലായിടത്തും ആയിരിക്കുന്ന ദൈവദാസന്മാർ, സ്നേഹനിധികളായ ദൈവജനം, വളരെ പ്രത്യേകാൽ ഞാൻ ശുശ്രൂഷിക്കുന്ന അമേരിക്കയിലെ ആദ്യത്തെ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ, ഇന്ത്യ ക്രിസ്ത്യൻ അസംബ്ലിയിലെ സ്നേഹനിധികളായ ദൈവമക്കൾ, അവർ പ്രാർത്ഥനയോടെ ആയിരിക്കുന്നു. അവരുടെ സന്മനസ്സും പ്രാർത്ഥനയുമാണ് ഇന്ന് എന്നെ ഇവിടെ നിർത്തിയതിൻ്റെ ഒരു ഘടകം. മാധ്യമ സുഹൃത്തുക്കൾ, ആത്മനിറവിൽ ആരാധന നയിക്കുന്ന ഗായക സംഘം, എല്ലാവർക്കും വന്ദനം ചൊല്ലി എന്നെ ഏൽപ്പിച്ച വിഷയത്തിലേക്ക് ഇന്ന് രാത്രി പ്രവേശിപ്പാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എനിക്ക് മുമ്പായി വളരെ അനുഗ്രഹീതമായ നിലയിൽ ശക്തമായ സന്ദേശം നൽകിയ ഡോക്ടർ വിൽസൺ വർക്കി ഓർക്കുന്നു. എനിക്ക് പിന്നാലെ പ്രസംഗിക്കാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന വിശ്വപ്രസിദ്ധനായ ദൈവദാസൻ പാസ്റ്റർ മാത്ര അവറുകളെ ഓർത്തും ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. നിന്റെ രാജ്യം വരേണമേ എന്ന ഏറെ കാലിക പ്രസക്തിയുള്ള ഒരു തീം തിരഞ്ഞെടുത്ത് വളരെ പ്രാർത്ഥനയോടും ശ്രദ്ധയോടും അതിന് വിഭജനം നൽകിയിട്ട് അതിൽ ഏറ്റവും കാതലായ ഒരു വിഷയം, ദൈവരാജ്യം ഭൂമിയിൽ വരേണ്ടതിന് ക്രൂശിൽ എന്ത് സംഭവിച്ചു എന്നതിൻ്റെ ആദ്യ ഭാഗം കർത്താവിന്റെ ദാസൻ പങ്കുവെച്ചപ്പോൾ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് the significant reversal that happened on the cross. ക്രൂശിൽ എന്തെല്ലാം റിവേഴ്സലാണ് യേശു ക്രിസ്തുവിൻ്റെ മരണം കൊണ്ടുണ്ടായത്. റിവേഴ്സൽ എന്നത് മലയാളീകരിക്കാൻ എനിക്കൊരല്പം ബുദ്ധിമുട്ട് തോന്നുന്നു. ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം, എന്തെല്ലാം തിരുത്തലുകൾ നടന്നു, എന്തെല്ലാം പരിവർത്തനങ്ങൾ നടന്നു, എന്തെല്ലാം വിപരീത പ്രവർത്തനങ്ങൾ നടന്നു. അത് കുറച്ചുകൂടെ മനസ്സിലാക്കണമെങ്കിൽ ശത്രുവിന് ക്രൂശിലേറ്റ ഏറ്റവും വലിയ തിരിച്ചടി ഏതൊക്കെ എന്ന വിഷയം ഇന്ന് രാത്രി നിങ്ങളോട് പങ്കുവയ്ക്കുവാനാണ് എന്നെ ഫലമേൽപ്പിച്ചിരിക്കുന്നത്. അതിനോടുള്ള ബന്ധത്തിൽ 4 വസ്തുതകൾ നിങ്ങളുമായി ഓർപ്പിക്കേണ്ടതിന് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം കൊലോസ്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 14-15 വാക്യങ്ങളാണ്. നമുക്ക് വായിച്ചു കേൾക്കാം. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് മായ്ച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. യേശുക്രിസ്തുവിന്റെ കാലത്ത് താനോ ശിഷ്യന്മാരോ ദൈവരാജ്യം എന്ത് എന്നതിനൊരു നിർവചനം നൽകേണ്ടിയിരുന്ന ആവശ്യകതയില്ലായിരുന്നു. യേശുവിന്റെ കാലത്ത് ഒരു രാജ്യമെന്ന് പറഞ്ഞാൽ അത് ജനത്തിനേറെ ബോധ്യമുള്ള ഒരു സംഗതിയായിരുന്നത് കൊണ്ട് നിർവചനങ്ങൾ നൽകി വിശദീകരിക്കേണ്ടി വന്നില്ല. ഈ സമൂഹത്തോട് സംസാരിക്കുമ്പോൾ ലാസറിന്റെയും ധനവാന്റെയും കഥ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഏറെ വിശദീകരിക്കേണ്ട, എൻ്റെ മനസ്സിലാക്കൽ എല്ലാവർക്കും ആ സംഭവം അറിയാം എന്നതുപോലെ യേശുവിന് മുന്നോടിയായി വന്ന യോഹന്നാന്റെ പ്രഭാഷണത്തിലും യേശു ക്രിസ്തുവിന്റെ പ്രഭാഷണത്തിലുമൊക്കെ ദൈവരാജ്യം ഇന്നത് എന്ന നിർവചനം നൽകാതെ ദൈവരാജ്യത്തിന്റെ സവിശേഷതകൾ അനേകം അവരുടെ പ്രഭാഷണങ്ങളിൽ വിളിച്ചു പറഞ്ഞു. യേശുവിന്റെ കാലത്ത് രാജ്യമെന്ന് പറഞ്ഞാൽ 3 കാര്യങ്ങൾ ജനത്തിന് മനസ്സിലാകുമായിരുന്നു. ഒന്ന്, there is a person, ഒരു രാജാവുണ്ട്, ഒരു രാജ്യത്തിനൊരു അധിപതിയുണ്ട്. ഇന്ന് രാത്രി വിശദീകരണം വേണ്ട, നമുക്കൊരു രാജാവേ ഉള്ളൂ, അത് സ്വർഗസ്ഥനായ രാജാവ്. 2, for a kingdom there has to be a people, ഒരു പ്രജ വേണം, ഒരു ജനം വേണം. ഇവിടെയാണ് ക്രൂശിന്റെ പ്രസക്തി വരുന്നത്. സാധാരണ ഒരു രാജ്യത്തെ ജനത അവിടെ ജനിച്ചവരാണ്, ജന്മം കൊണ്ട് അവരവിടുത്തെ പ്രജകളായി, അല്ല എങ്കിൽ
ഞാൻ പാർക്കുന്നത് പോലെയുള്ള രാജ്യങ്ങളിൽ നാച്ചുറലൈസേഷൻ പ്രോസസ്സിലൂടെയൊക്കെ സിറ്റിസൺസ് ആകും. പ്രധാനമായും ഒരു രാജ്യത്ത് അവിടുത്തെ പ്രജകളാകുന്നത് അവിടെ ജനിച്ചത് കൊണ്ടാണ്. 3, there is a place, ഒരു ഡൊമൈൻ ഉണ്ട്, ഒരു ടെറിറ്ററി ഉണ്ട്. രണ്ടാമത്തെ 2 സംഗതികളാണ് ദൈവരാശൂസിന്റെ ദൈവശാസ്ത്രത്തെ നമ്മുടെ ചിന്തയിലേക്ക് കൊണ്ടുവരുന്നത്. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുകയാണ്, ദൈവരാജ്യത്തിന്റെ ദൈവശാസ്ത്രം പറയണമെങ്കിൽ ആദ്യം ക്രൂശിന്റെ ദൈവശാസ്ത്രം പറയണം. ജനനം കൊണ്ടാണ് ഒരു രാജ്യത്ത് പ്രജകൾ ഉണ്ടാകുന്നതെങ്കിൽ നമുക്കുണ്ടായ ജനനം എന്താണ്? അതുകൊണ്ടാണ് യോഹന്നാൻ യേശുവിനെ പരിചയപ്പെടുത്താൻ വന്നവന് വിളിച്ചു പറഞ്ഞത്, The kingdom of God is at hand, within reach. കയ്യെത്തുന്ന ദൂരത്തിൽ ദൈവരാജ്യം വന്നിരിക്കുകയാണ്. ആർക്കും അതിൽ പ്രവേശിക്കാം. പക്ഷെ ഒറ്റ നിബന്ധന, മാനസാന്തരപ്പെടുവീൻ, ദൈവരാജ്യം അടുത്തു വന്നിരിക്കുന്നു. യേശു കർത്താവ് പ്രഭാഷണം തുടങ്ങിയപ്പോ മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം യേശുവും പറഞ്ഞു, മാനസാന്തരപ്പെടുവീൻ, ദൈവരാജ്യം. അപ്പോ മാനസാന്തരപ്പെട്ടവന് പാപക്ഷമ ലഭിക്കുന്ന ഇടം ക്രൂശാകയാൽ പാപക്ഷമയിലൂടെ, വീണ്ടെടുപ്പിലൂടെ, ദൈവിക നീതിയുടെ നിവർത്തീകരണത്തിലൂടെ, റെക്കൺസിലിയേഷൻ നിരപ്പിലൂടെയൊക്കെ ഒരുവൻ ദൈവരാജ്യത്ത് വരണമെങ്കിൽ ക്രൂശ് അനിവാര്യമായിരുന്നു. അതത്രേ എനിക്ക് മുൻപാകെ സംസാരിച്ച കർത്തൃവിദ്യം പറഞ്ഞത്. അങ്ങനെയെങ്കിൽ ക്രൂശിൽ എന്തെല്ലാം തിരുത്തലുകൾ നടന്നു, റിവേഴ്സലുകൾ നടന്നു. 1, ക്രൂശിൽ നടന്ന ഏറ്റവും വലിയ റിവേഴ്സൽ, മരണം മാറി നിത്യജീവൻ ലഭിച്ചു. ഞാൻ ആവർത്തിക്കുന്നു, ക്രൂശിലെ ഏറ്റവും പ്രധാനപ്പെട്ട റിവേഴ്സൽ, നിത്യമരണത്തിന് വിധിക്കപ്പെട്ട എന്റെ നിത്യമരണം മാറ്റി നിത്യജീവന്റെ ഓഹരിക്കാരനാക്കി. അതാ ഏറ്റവും വലിയ റിവേഴ്സൽ. വായിച്ച വേദഭാഗം 2 പദപ്രയോഗങ്ങൾ പറയുന്നുണ്ട്. അപ്പോസ്തലൻ പൗലോസ് എഫേസ്യ ലേഖനം എഴുതി എന്നതിനാലും 2ഉം കൂടെ ചേർത്ത് പറയാം. അതിക്രമങ്ങളാലും പാപങ്ങളാലും. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 1-ാമത്തെ വാക്യം, എങ്ങനെ മരണം വന്നു? 2 കാര്യങ്ങളാൽ. 1 അതിക്രമത്താൽ, 2 പാപത്താൽ. 2നും ദൈവത്തിന്റെ തിരുവചനം ആഴമായ 2 വാക്കുകളാ മൂലപദത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതിക്രമം എന്ന് പറഞ്ഞാൽ ബൗണ്ടറിക്ക് പുറത്തേക്ക് പോയി. അങ്ങനെയെങ്കിൽ മരണം വരാനുള്ള കാരണം എന്തായിരുന്നു? ഏദൻ തോട്ടത്തിൽ തമ്പുരാൻ വെച്ച ബൗണ്ടറിക്ക് പുറത്തേക്ക് കൽപ്പനയെ ലംഘിച്ച് മനുഷ്യൻ പോയപ്പോൾ ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ വന്നു. 2 പാപം. പാപം എന്ന വാക്കിന്റെ അർത്ഥം ലക്ഷ്യം തെറ്റിപ്പോയി. ദൈവം തമ്പുരാൻ വയ്ക്കുന്ന ബൗണ്ടറിക്ക് പുറത്തേക്ക് മനുഷ്യൻ പോയപ്പോൾ എന്തു പറ്റി? ലക്ഷ്യം തെറ്റി. അതിനെ തിരുവചനം വിളിക്കുന്ന പേര് മരണമെന്ന. ഇന്ന് രാവിലെ ഞാൻ വിളിച്ചു പറയുകയാ, യേശുവിന്റെ പക്ഷത്തല്ലാത്തവരെ തിരുവചനത്തിന് വിളിക്കാൻ ഒന്നേ ഉള്ളൂ, അവർ മരിച്ചവരാണ്. ഹല്ലേലൂയ. അല്പം പ്രയാസമുള്ളവരോ അല്പം ഭംഗി കുറഞ്ഞവരോ എന്നല്ല, ദൈവത്തോട് പ്രതികരിക്കാൻ കഴിയാതെ ഹൃദയത്തിൽ മരിച്ചവരാണ്. എന്നാൽ അങ്ങനെ മരിച്ചിരുന്ന നമ്മളിലേക്ക് ക്രൂശ് നിമിത്തം നിത്യജീവൻ തന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. ദൈവത്തിന്റെ തിരുവചനം വളരെ വ്യക്തമായി പറയുകയാണ്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 17-ാമത്തെ വാക്യം. കൽപ്പന ഇതാണ്, എന്നാൽ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നുന്ന നാളിൽ നീ മരിക്കും. പ്രൈസ് ഗോഡ്. നിനക്കൊരൽപ്പം ഗ്ലോറിക്കും മങ്ങലേൽക്കുമെന്തോ. പെന്തക്കോസ്തുകാരെ സാധാരണ ഉപയോഗിക്കുന്നത് പോലെ നിനക്കൊരു ചെറിയ ബലഹീനത വരുമെന്നൊന്നുമല്ല.
ദൈവത്തിന്റെ തിരുവചനം പറഞ്ഞത്, ഈ അതിരിന് പുറത്തേക്ക് പോകുന്ന ആട്ടിൽ നിനക്ക് മരണം വരും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇന്നു വരെ ദൈവത്തോട് നിനക്ക് സംസർഗമുണ്ട്, നിനക്കൊരു വസ്ത്രത്തിന്റെ ധാരണത്തിന്റെ ആവശ്യം പോലും ഇല്ലാതെ ദൈവത്തിന്റെ മഹത്വം പങ്കുകൊണ്ട് വൈകുന്നേര സമയങ്ങളിൽ ദൈവം വന്ന് കൈപിടിച്ച് തോളിൽ കൈയിട്ട് സമ്മാദിച്ചും സംഭാഷിച്ചും നടക്കുന്നത് പോലെ ആഴമായൊരു കൂട്ടായ്മ ബന്ധം നിനക്കുണ്ട്. എന്നാൽ പാപം വരുമ്പോൾ ഒരു മരണം സംഭവിക്കും, നിനക്കൊരു സെപ്പറേഷൻ വരും. ഇതുവരെ ദൈവത്തോടുണ്ടായിരുന്ന നിന്റെ കൂട്ടായ്മ ബന്ധം തകർക്കപ്പെടും. മനുഷ്യന് പറ്റിയ ഏറ്റവും വലിയ പരാജയം അവന് ദൈവത്തോടുള്ള കൂട്ടായ്മ ബന്ധം തകർക്കപ്പെട്ടു എന്നതാണ്. Praise the Lord. ആ മരണം വന്നപ്പോ അത് ശരീരത്തെ ബാധിച്ചു. അതുകൊണ്ടാണ് മരണമില്ലാതെ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന് പ്രായമാകാൻ തുടങ്ങിയത്, രോഗം വരാൻ തുടങ്ങിയത്, നിശ്ചിത വർഷങ്ങൾ കഴിയുമ്പോൾ മരിക്കാൻ തുടങ്ങിയത്. അപ്പോസ്തലൻ പൗലോസ് ഈ സത്യം മനസ്സിലാക്കാൻ ഒരു കമ്പാരിസൺ നടത്തുകയാണ്. റോമാലേഖനം 5-ാം അധ്യായം 12 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ അത് മനസ്സിലാകേണ്ടതിന് എന്താ കമ്പാരിസൺ? അതിന് ഒന്നാമത്തെ ആദമെന്നും രണ്ടാമത്തെ ആദമെന്നും ഒരു കമ്പാരിസൺ നടത്തി. ഒന്നാമത്തെ ആദം അനുസരണക്കേട് കൊണ്ട് ദൈവത്തിൽ നിന്ന് അകന്നു പോയെങ്കിൽ രണ്ടാമത്തെ ആദം അനുസരണത്താൽ ദൈവത്തിൽ നിന്ന് അകന്ന മനുഷ്യനെ അപ്പനോട് അടുപ്പിക്കാൻ ചങ്ക് പിളർന്നതുകൊണ്ട് ഇന്ന് രാത്രി അകന്ന് നിന്നല്ല, അകത്ത് വന്ന് അപ്പാ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ച് അവനെ ആരാധിക്കാൻ ഭാഗ്യം തന്നു. റിവേഴ്സലേതാ? മരണം മാറി നിത്യജീവൻ. ഓരല്ലോ എങ്ങനെയാ മരണം കടന്നത്? മരണം ജീവനിൽ വ്യാപരിച്ചു. ലേവ്യ പുസ്തകം 11-ാം അധ്യായം പറയുന്നു, മാംസത്തിലാണ് രക്തത്തിലാണ് ജീവൻ. മനുഷ്യൻ പാപം ചെയ്തല്ല, അവന്റെ ദേഹമെന്ന തിരശീല രണ്ടായി ചിന്താൻ അനുവദിക്കപ്പെട്ടത് കൊണ്ട്, ആ ചങ്കിലെ ചോര ചിന്തിയത് കൊണ്ട് എന്റെ മരണത്തെ മാറ്റി എന്റെ മേൽ നിത്യജീവൻ തന്നു. ആമേൻ, ആമേൻ. ഞാനൊരു സുവിശേഷകനാ. കുമ്മനോട് കൺവെൻഷൻ പെന്തക്കോസ്തരുടെ സമ്മേളനമാ. പക്ഷെ ഇവിടെ നിന്ന് സുവിശേഷം പ്രസംഗിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാ. സ്നേഹിത, മനുഷ്യനായി പിറന്ന ആർക്കും നിന്റെ പാപത്തിന് പരിഹാരം വരുത്താൻ പറ്റില്ല. മനുഷ്യന്റെ രക്തത്തിൽ പാപമുണ്ട്, എന്നാൽ ജഡത്തിന്റെ ഇഷ്ടപ്രകാരമല്ല. ജഡത്തിന്റെ ഇഷ്ടപ്രകാരമല്ല. പരിശുദ്ധാത്മാവിനെ മറിയയുടെ ഉദരത്തിൽ യേശു പൂജാതനായതുകൊണ്ട് അവനിൽ ഉണ്ടായ രക്തം പാപമുള്ള രക്തമല്ല, അത് പരിശുദ്ധ രക്തമാണ്. ആ ചിന്തിയ രക്തമാണ് ഇന്ന് രാത്രി നമ്മളെ വീണ്ടെടുത്തത്. Glory be to God. ഇന്ന് രാത്രി ഞാൻ മരിച്ചവനല്ല, ജീവനുള്ളവനാ. ഇന്ന് രാത്രി ഞാൻ മരിച്ചവനല്ല, ജീവനുള്ളവനാ. അതുകൊണ്ട് എന്റെ ആരാധന ജീവനുള്ള ആരാധന. ചത്തും ചതഞ്ഞും വരാൻ ഞാൻ തയ്യാറല്ല. മരിച്ചു കിടന്ന എന്നെ, ബന്ധിക്കപ്പെട്ട് കിടന്ന എന്നെ, അടിമത്തത്തിൽ കിടന്ന എന്നെ വിടുവിച്ച ദൈവകൃപയ്ക്ക് ആ രക്തം എന്റെ പാപത്തെ കഴുകിയത് കൊണ്ട് ഇന്ന് രാത്രി അവന് സ്തോത്രം. അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണം പുറപ്പാട് പുസ്തകമാണ്. പുറപ്പാട് പുസ്തകത്തിൽ 10 ബാധകൾ. അന്നത്തെ ദേശത്തെ ഏറ്റവും വലിയ അന്ധകാര ശക്തികളുടെ പ്രതീകങ്ങൾ. നൈൽ നദി മുതൽ സൂര്യദേവൻ തുടങ്ങി ചന്ദ്രദേവൻ തുടങ്ങി ആ ലോകത്തിലെ ഏറ്റവും വലിയ അന്ധകാര ശക്തികളുടെ പ്രതീകങ്ങൾക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചിട്ട് ആ യുദ്ധങ്ങൾക്കൊന്നും ഇസ്രായേൽ ജനത്തെ പുറത്തു കൊണ്ടുവരുവാൻ കഴിയാതെ ഇരുന്നപ്പോൾ തമ്പുരാൻ ഒരു പ്രമാണം പറഞ്ഞു, നീയും നിന്റെ മക്കളും എല്ലാം കൂടെ വീടിനകത്ത് കയറിയിരിക്കണം. അകത്ത് കയറിയിരിക്കണം. എന്നിട്ട് ഊനമില്ലാത്ത ആടിനെ അറുക്കണം. എന്നിട്ട് അതിന്റെ രക്തം കട്ടളക്കാലും മേലും കുറുമ്പടി മേലും തേക്കണം. സംഹാരകൻ കടന്നു പോരുമ്പോൾ എല്ലാ വീട്ടിലും മരണത്തിന്റെ നിലവിളി. പക്ഷെ രക്തം പുരട്ടി അവന്റെ ചീട്ടിൽ കുഞ്ഞാടിനെ
നിന്റെ രക്തം പുരട്ടിയവന്റെ വീട്ടിൽ വീണ്ടെടുപ്പിന്റെ ഗാന. ഇതാണ് എന്റെ മരണത്തെ മാറ്റിയ രക്തം, ഇതാണ് എന്റെ ദൈവ വൈതലാക്കിയ രക്തം. ക്രൂശിൽ നടന്ന റിവേഴ്സൽ ഏതാ? എന്റെ മരണം മാറി ജീവൻ വന്നു. പോരാ. വായിച്ച വേദഭാഗം പറയുന്നു, ആ ജീവൻ ഒരു പ്രത്യേകതയുണ്ട്. അത് ഉയർപ്പിന്റെ ജീവനാ. ആ സ്തോത്രം. മരിച്ചു കിടന്നവന്റെ വിരളനങ്ങിയെന്നോ മരിച്ചു കിടന്നവൻ കണ്ണു തുറന്നതുപോലെ തോന്നിയെന്നോ ഒന്നുമല്ല തിരുവചനം പറയുന്നത്. മരിച്ചവനെ നേരെ നിർത്താൻ കഴിയുന്ന ഒരു ശക്തിയേ ഉള്ളൂ. ആ ശക്തി പുനരുത്ഥാനത്തിന്റെ ശക്തിയാണ്. പുനരുത്ഥാനം എന്നതിന്റെ ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം എന്നാണെന്ന് അറിയാമോ? എ ഡെഡ് കോർപ്പ് വാക്കിംഗ്. നിങ്ങളൊന്ന് ചിന്തിക്കുക. ശവപ്പെട്ടിയിൽ കിടക്കുന്നവൻ എഴുന്നേറ്റ് നടക്കും. ആരെങ്കിലും വിചാരിക്കുമോ? എന്നാൽ യേശു ഒരു പ്രൊവിഷൻ വരുത്തി. എന്നാ പ്രൊവിഷൻ എന്നറിയാമോ? നിർജീവമായ മൃതപ്രായരായ നമ്മെ അവൻ ആത്മാവിനാൽ ജീവിപ്പിച്ചു. യേശുവിനോടുകൂടെ മരിച്ച നാം യേശുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റു. അതുകൊണ്ട് റോമാലേഖനം 8-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച പുനരുദ്ധാനത്തിന്റെ ശക്തി നിങ്ങളുടെ മൺകൂടാരങ്ങളിൽ വ്യാപരിക്കുന്നു. ആമേൻ, ആമേൻ. രോഗമില്ലാത്തത് കൊണ്ടല്ല ഞങ്ങൾ ആവേശം കാണിക്കുന്നത്, വെല്ലുവിളികളില്ലാത്തത് കൊണ്ടല്ല ഞങ്ങൾ ആവേശം കാണിക്കുന്നത്. ഞങ്ങളുടെ സമൂഹം ഇന്ന് വരെ നേരിട്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയ ഉപദ്രവം നേരിടുന്ന കാലമാ. ഒന്നിന് പിറകെ ഒന്നായി ഞങ്ങളുടെ പാസ്റ്റർമാരെ തല്ലി ചതച്ചു കൊണ്ടിരിക്കുക. എന്നിട്ടും വിട്ടോടാത്തത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഈ ജീവൻ ഞങ്ങൾ അനുഭവിച്ചത് കൊണ്ടാ. പണം കൊടുത്താണ് ആരെങ്കിലും ഈ രക്ഷയിലേക്ക് വന്നതെങ്കിൽ കൂടുതൽ പണം ഓഫർ ചെയ്ത് അവർ മടങ്ങിപ്പോരും. പണമല്ല, ഏത് പത്രാസിന്റെ മുമ്പിലും പിടിച്ചു നിൽക്കാൻ കാരണം മരിച്ചവന്റെ മേൽ ജീവൻ വ്യാപരിച്ചു. ഓ, മരിച്ചു കിടന്നവനാ മടക്കുന്നത്, അവനാ തുള്ളിച്ചാടുന്നത്, അവനാ ദൈവത്തെ സ്തുതിക്കുന്നത്. Glory be to God. What is the first reversal that happened? മരണം മാറി നിത്യജീവൻ. 2, the curse was reversed. ശാപത്തെ റിവേഴ്സ് ചെയ്തു. എനിക്ക് വേഗത്തിൽ പറഞ്ഞു പോകണം. ശാപത്തെ റിവേഴ്സ് ചെയ്തു. യേശുവിന്റെ മരണസമയത്ത് ക്രൂശീകരണം എന്നത് യഹൂദ്യ വധശിക്ഷാ രീതി ആയിരുന്നില്ല. അവർക്ക് പരിചയമുണ്ടായിരുന്ന ചില വധരീതികൾ ചരിത്രം പറയുന്നുണ്ട്. 1, സ്ട്രാംഗ്ലിംഗ് സമൺ ടു ഡെത്ത്, കഴുത്ത് ഞെരിച്ചു കൊല്ലും. 2, ബിഹെഡിംഗ്, തല അറുത്തു കൊല്ലും. 3, ബേണിംഗ് ടു ഡെത്ത്, തീയിൽ ദഹിപ്പിച്ചു കൊല്ലും. 4, സ്റ്റോണിംഗ് ടു ഡെത്ത്, കല്ലെറിഞ്ഞു കൊല്ലും. എന്നിട്ടെന്താ യഹൂദന്മാർ കല്ലെറിഞ്ഞു കൊല്ലണമെന്ന് പറയാതിരുന്നത്? ശ്വാസം മുട്ടിച്ചു കൊല്ലണമെന്ന് പറയാതിരുന്നത്? യഹൂദനെ സംബന്ധിച്ചിടത്തോളം ആവർത്തന പുസ്തകം പറയുന്നു, മരത്തിന്മേൽ തൂങ്ങുന്നവൻ ശപിക്കപ്പെട്ടവൻ. യേശുവിനെ കൊന്നാൽ മാത്രം പോരായിരുന്നു, അവർക്കൊരു കാര്യം തെളിയിക്കണമായിരുന്നു, യേശു ശപിക്കപ്പെട്ടവനാണ്. പക്ഷെ അവരുടെ ദുർമോഹം നമ്മുടെ അനുഗ്രഹമായി മാറി. പാപം നിമിത്തം വന്ന ശാപത്തിന്റെ അകത്ത് കുടുങ്ങിക്കിടന്ന എന്റെ ശാപത്തെ അവൻ നീക്കേണ്ടതിന് ശാപഗ്രസ്തനായി ശാപത്തിന്റെ പ്രതീകമായ ക്രൂശിൽ 2 കൈയും വിരിച്ചു. എനിക്കിത് പറ്റിപ്പോയല്ലോ എന്ന് മാറത്തടിച്ചെന്നല്ല, എന്റെ സ്നേഹിതൻ പറഞ്ഞതുപോലെ ജയാളിയോടെ വാരി പറഞ്ഞു, സകലവും നിവൃത്തിയായി. ശാപം മാറാൻ, പാപം മാറാൻ ഇനിയൊന്നും ബാക്കിയില്ല. അവൻ എന്റെ ശാപത്തെ പൂർണ്ണമായി നീക്കി. ഞാൻ പ്രാക്ടിക്കൽ കാര്യം പറഞ്ഞോട്ടെ, തെറ്റിദ്ധരിക്കരുത്. എന്റെ യേശു മുറിച്ച ശാപത്തിന്റെ മോളിൽ കയറിയൊന്നും ആർക്കും മുറിക്കാൻ പറ്റത്തില്ല.
എന്റെ യേശു മുറിച്ചതിന് മോളെ മുറിക്കാൻ ആരെയും നീ വാടകയ്ക്ക് കൊണ്ടുവരണ്ട. നിന്റെ കുടുംബ ശാപത്തിലല്ല, നിന്റെ തലമുറ ശാപത്തിലല്ല, നിന്റെ ആയുസ് ശാപത്തിലല്ല, നീ പാർക്കുന്നയുടെ ശാപത്തിലല്ല. യേശു മുറിച്ച ശാപത്തിന് മുകളിൽ കയറി ആരും ഇനി മുറിക്കാൻ വരണ്ട. കാൽവരി ക്രൂശിൽ എനിക്കെതിരെ ഉണ്ടായിരുന്ന ശാപത്തെ അവൻ നീക്കി. ശാപം നീങ്ങി കിട്ടിയവർ വലങ്കരമുയർത്തി ആത്മാവിന്റെ നിറവിൽ അല്പസമയം ദൈവത്തെ സ്തുതിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. എങ്ങനെ ശാപം മാറ്റി? അപ്പൊ നമ്മുടെ സ്ലേവറി എടുത്തു കളഞ്ഞു. ശാപം നമ്മളെ സ്ലേവാക്കി. പിശാചിന്റെ അടിമത്വം, അതിൽ നിന്ന് യേശു നമ്മുടെ ശാപത്തെ മാറ്റി. ഇന്ന് രാവിലെ ഞാൻ വിളിച്ചു പറയുകയാണ്, ഈ ഗ്രൗണ്ടിലോ ദൂരെ എവിടെയെങ്കിലും ഞാനൊരു സാധാരണ ഉപദേശിയ, കുറച്ചു പേരും കുറെ പേരുള്ള സഭയിൽ ആയിട്ടുണ്ട്. ഒരു കാലത്തും ഇല്ലാത്തതുപോലെ ദൈവജനത്തെ ഭയം ഗ്രസിക്കുന്ന ഒരു കാലത്ത് ഇന്ന് രാത്രി ഇവിടെ നിന്ന് യഹോവയുടെ പ്രവാചകനായി ഞാൻ വിളിച്ചു പറയുന്നു, നീ ഭയത്തിൽ കഴിയണ്ട. നിന്റെ കുടുംബം ശപിക്കപ്പെടത്തില്ല, നിന്റെ തലമുറ ശപിക്കപ്പെടത്തില്ല, നിന്റെ ആയുസ് ശാപത്തിലല്ല. അവൻ ശാപം നീക്കി. വരത്തുപോക്കുകൾക്ക് നിന്നെ വകവരുത്താൻ പറ്റത്തില്ല. ചങ്ങല കിലുക്കങ്ങൾക്ക് നിനക്ക് കൂച്ചുവിലങ്ങിടാൻ കഴിയത്തില്ല. കൂടോത്രങ്ങൾക്ക് നിന്റെ ജീവിതത്തിൽ കുഴപ്പം സൃഷ്ടിക്കാൻ കഴിയത്തില്ല. യേശുവിന്റെ രക്തം അത് സകല പാപത്തെയും ശാപത്തെയും നീക്കി. ഭയമുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഇറങ്ങിപ്പോകണം. മരണ ഭയം ഇന്ന് രാത്രി ഇറങ്ങിപ്പോകണം. ഉറങ്ങാൻ വയ്യാത്ത ഭയം ഇന്ന് രാത്രി ഇറങ്ങിപ്പോകണം. തലമുറകളെ കുറിച്ചുള്ള ഭയം ഇന്ന് രാത്രി ഇറങ്ങിപ്പോകണം. കൂടോത്ര ഭയം ഇന്ന് രാത്രി ഇറങ്ങിപ്പോകണം. ഇത്രയും പേര് ആത്മനിറവിൽ ദൈവത്തെ ആരാധിക്കുമ്പോ ഈ ദേശത്തെ അന്ധകാര ശക്തികൾ, ദൈവസഭയ്ക്കെതിരെ വരുന്ന അന്ധകാര ശക്തികൾ, തലമുറകൾ കുതിരയുന്ന അന്ധകാര ശക്തികൾ ഇന്ന് രാത്രി അമർന്നു പോകട്ടെ. ഡിപ്രഷൻ നീങ്ങിപ്പോകട്ടെ, നിരാശ നീങ്ങിപ്പോകട്ടെ, ഡിപ്രഷൻ നീങ്ങിപ്പോകട്ടെ, നിരാശ നീങ്ങിപ്പോകട്ടെ, മരണഭയം നീങ്ങിപ്പോകട്ടെ. അവനതിനെ തിരുത്തിയതാണ്, അവനതിനെ നീക്കിക്കളഞ്ഞതാണ്, അവനതിനെ റിവേഴ്സ് ചെയ്തതാ. ഒന്നുകൂടി എനിക്ക് പറയണം, പാപം കൊണ്ട് രണ്ട് കാര്യങ്ങൾ വന്നു. പാപത്തിന്റെ പരിണിതഫലം, ശാപത്തിന്റെ പരിണിതഫലം. യെശയ്യാപ്രവാചകൻ ഇത് മനോഹരമായി വിശദീകരിക്കുന്നുണ്ട്. എനിക്ക് സമൂഹത്തിൽ അത് വിളിച്ചു പറയണം. ഒരു പെന്തക്കോസ് പ്രഭാഷകൻ എന്ന് പറയാൻ അഭിമാനിക്കുന്ന ആളാണ് ഞാൻ. അതും ക്ലാസിക്കൽ പെന്തക്കോസ്റ്റൽ എന്ന് പറയാനാണ് എനിക്കിഷ്ടം. പ്രൈസ് ദ ലോർഡ്. ശ്രദ്ധിക്കണേ, എനിക്കൊരു ചെറിയ തിയോളജി, തോമസ് കെ മാത്യു അടക്കം പിടിക്കുന്ന സ്റ്റേജിൽ ഞാൻ ഭൗതികയോടെ പറയുക, ഒരു ചെറിയ ദൈവശാസ്ത്രം ചോദിക്കാനുണ്ട്. യെശയ്യാപ്രവചനം 53 4-5 വാക്യങ്ങൾ. അവൻ നമ്മുടെ അതിക്രമങ്ങൾ മോചിച്ചു, അവൻ നമ്മുടെ രോഗങ്ങളെയും നീക്കി, അവന്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം സാമച്ചായ ഇത് രണ്ട് പാക്കേജ് അല്ല, ഒരു പാക്കേജാ. അവൻ എൻ്റെ അകൃത്യം ക്ഷമിക്കുമെന്ന് വിശ്വസിക്കുന്ന പെന്തക്കോസുകാരൻ രോഗം സൗഖ്യമാകുമെന്ന്
അകൃത്യം സ്നേഹിക്കുമെന്ന് പറയുന്ന ബന്ധക്കോസുകാരൻ, രക്ഷിക്കപ്പെട്ട ബന്ധക്കോസുകാരൻ, അകൃത്യം ക്ഷമിക്കാൻ കഴിയുന്നവന് രോഗത്തെയും സൗഖ്യമാക്കാൻ കഴിയുമെന്ന് ഇന്ന് രാത്രി വിശ്വസിക്കണോ? രോഗസൗഖ്യത്തിലെ തട്ടിപ്പ് വിളിച്ചു പറയുന്ന കാലത്ത്, രോഗസൗഖ്യമെന്ന ദൈവം തന്ന ആത്മീക അനുഗ്രഹത്തിന്റെ ശക്തി കുറച്ചു കാണുന്ന ഒരു കാലത്ത് ചോദ്യങ്ങൾ പലതാ. പാസ്റ്ററേ, എല്ലാ രോഗവും സൗഖ്യമാകുമോ? ഇല്ല. രോഗസൗഖ്യത്തിന്റെ പേര് തട്ടിപ്പ് നടക്കുന്നില്ലേ? ഉണ്ടെന്ന് ഒരു പക്ഷേ ഞാൻ അംഗീകരിച്ചേക്കാം. കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ ശുശ്രൂഷിക്കുന്ന സഭയിൽ കുവൈറ്റിൽ നിന്നൊരു സഹോദരൻ കടന്നു വന്നു. ബഹുമാനപ്പെട്ട സെക്രട്ടറി എനിക്കൊരു നോട്ട് തന്നിട്ട് പറഞ്ഞു, ഇദ്ദേഹം കുവൈറ്റിൽ നിന്ന് വന്നതാണ്, കോവിഡ് സർവൈവർ ആണ്. ആ നോട്ടിൽ ഇങ്ങനെ എഴുതിയിരുന്നു, ഹി ഹാഡ് ഓൺലി 5% ഓഫ് ചാൻസ് ടു ലിവ്. ഡോക്ടർമാർ 5% സാധ്യതയെ പറഞ്ഞുള്ളൂ ജീവിക്കുമെന്ന്. അദ്ദേഹം എന്റെ കൺമുൻപിൽ യേശുവിനെ ഉയർത്തി. അദ്ദേഹം ഒരു കാര്യം കൂടെ പറഞ്ഞു കേട്ടോ, ഒരു കാര്യം കൂടെ പറഞ്ഞു. മാസം 90 ദിവസം ഞാൻ വെന്റിലേറ്ററിൽ കിടന്നു. എനിക്ക് സംസാരിക്കാൻ കഴിയാതിരുന്നു. ദൈവം എന്നെ ഒരു കാഴ്ച കാണിച്ചു. കുടുംബത്തോട് പറ, കട്ടിലിന് ചുറ്റും വന്നിരുന്ന് ആത്മാവിൽ ദൈവത്തെ ആരാധിക്കാൻ. അങ്ങനെ അവർ കട്ടിലിന് ചുറ്റും വന്നിരുന്ന് അന്യഭാഷയെ ദൈവത്തെ ആരാധിച്ചപ്പോൾ 90 ദിവസം സംസാരിക്കാത്ത മനുഷ്യന്റെ നാവ് ചലിച്ചു. ഇതുള്ളതാണ്. അവൻ രോഗത്തിന് സൗഖ്യം വരുത്തുന്നവനാ. എന്റെ യേശു സൗഖ്യമാക്കുന്നവരാ. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയും, യഹോവ റാഫ. അവൻ രോഗത്തെ റിവേഴ്സ് ചെയ്തതാണ്. ഉദര സംബന്ധമായ രോഗങ്ങൾ, ഹാർട്ട് സംബന്ധമായ രോഗങ്ങൾ, ക്യാൻസർ റിലേറ്റഡ് രോഗങ്ങൾ, ശരീരത്തെ കാർന്നു തിന്നുന്ന രോഗങ്ങൾ ഇന്ന് രാത്രി അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഇരിക്കുന്ന ദൈവജനത്തോട് ഒരു അപേക്ഷ, നിങ്ങളുടെ കൈനീട്ടി പാസ്റ്റർമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അനേകർ പൊടുമരണങ്ങൾ, അനേകർ പെട്ടെന്ന് മരിച്ചു പോകുന്നു, അനേകർ വലിയ രോഗങ്ങൾക്ക് കീഴടങ്ങുന്നു. ഇത് പെന്തക്കോസ്തിന്റെ അവകാശമാ. ഇന്ന് രാത്രി കരങ്ങൾ നീട്ടി ദൈവത്തിന് സ്വരം പ്രാർത്ഥിക്കുക. രോഗത്തിൽ നിന്നൊരു വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മുടെ ഭവനങ്ങളിൽ നിന്ന്, നമ്മുടെ ശരീരങ്ങളിൽ നിന്ന് രോഗത്തിന്റെ കെട്ടുകൾ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. സൗഖ്യദായക ശക്തി പന്തലിൽ വ്യാപരിക്കട്ടെ, ഈ സ്റ്റേജിൽ വ്യാപരിക്കട്ടെ, ഒരൈലിൽ വ്യാപരിക്കട്ടെ. ദൂരത്ത് കാണുന്നവരുടെ മേൽ അതിവേഗത്തിൽ ഓടുന്ന ദൈവവചനത്തിന്റെ ശക്തി സൗഖ്യമയക്കട്ടെ. ക്രൂശ് തിയോളജി പറയാനുള്ളതല്ല, അത് നമ്മൾ അനുഭവിക്കുന്നതാണ്. രക്ഷ അനുഭവിച്ചതാണെങ്കിൽ ആരോഗ്യം അവന്റെ അവകാശമാണ്, സൗഖ്യം അവൻ തരുന്ന അവകാശമാണ്. 3, 4 1 മിനിറ്റ് പറഞ്ഞു നിർത്താം. 3, the penalty of sin was reversed. Power of sin was reversed. Power of sin, പാപത്തിനൊരു ശക്തി ഉണ്ടായിരുന്നു. റോമാലേഖന കർത്താവ് ആ ശക്തിയെ വിളിക്കുന്ന പേര് the sin reigned in us. രാജ്യത്തിന് പരിചയമുള്ളൊരു വാക്കാ റെയിൻ. ആരാ റെയിൻ ചെയ്യുന്നത്? വാഴുന്നവൻ. വാഴുന്നവൻ പറയും എന്ത് ചെയ്യണം, വാഴുന്നവൻ പറയും ഇവിടെ പോകണം, വാഴുന്നവൻ പറയണം എവിടെ എന്തിലല്ലേ ഇടപെടണം. പക്ഷെ അതിനൊരു റിവേഴ്സൽ ക്രൂശിൽ വരുത്തി. ക്രൂശിൽ എന്നെ റിവേഴ്സൽ വരുത്തിയത്, ഇതുവരെ പാപത്തിന് അടിമപ്പെട്ടിരുന്ന് എന്നെ ആത്മാവ് ടേക്ക് ഓവർ ചെയ്തു. ഇതുവരെ എൻ്റെ മേ കർത്തൃത്വം നടത്തിയിരുന്ന റഫറിയുടെ പേര് പിശാചെന്നാണെങ്കിൽ ഇന്ന് എൻ്റെ അകത്ത് വ്യാപരിക്കുന്ന റഫറിയുടെ പേര് പരിശുദ്ധാത്മാവെന്ന. അവനാ വിസിലടിക്കുന്നത്, അവനാ നടത്തുന്നത്, അവനാ നയിക്കുന്നത്, അവനാ വിശുദ്ധിയിൽ നിലനിർത്തുന്നത്.
അങ്ങനെയാണെങ്കിൽ പെന്തക്കോസ്തൻ ഹാബിച്വൽ സിന്നിൽ പെട്ടുപോകരുത്. അത് ഞാൻ അടക്കുന്ന പാസ്റ്റർമാർക്കും ആപ്ലിക്കബിളാണ്. ഹാബിച്വൽ സിന്നിൽ പെട്ടുപോകരുത്. കാര്യം നമ്മുടെ ഹൃദയത്തിൽ വാഴുന്നത് പാപത്തിന്റെ അധീനതയല്ല, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമാണ്. ആമേൻ. പെന്തക്കോസ്താണെന്നും പറഞ്ഞ് പ്രത്യേകിച്ച് ആവേശമൊന്നും കൊള്ളണ്ട. ജഡത്തിൽ ജീവിക്കുന്നവൻ മരണത്തിന്റെ പ്രവൃത്തി ചെയ്യും, ആത്മാവിൽ ജീവിക്കുന്നവൻ ജീവന്റെ പ്രവൃത്തി ചെയ്യും. ഏലിയാവിന്റെ കൂടെ നടന്ന ഒരു മനുഷ്യൻ പോകാൻ നേരം ചെറിയാൻ പാസ്റ്ററെ, നിന്നെ ഞാൻ വിടത്തില്ലെന്നും പറഞ്ഞൊരു പിടുത്തം അങ്ങ് പിടിച്ചു. ഒടുവിൽ നിവൃത്തിയില്ലാതെ ഇരട്ടി അഭിഷേകം കൊടുത്തു. ഇരട്ടി അഭിഷേകം കൊടുത്തവന്റെ കൂടെ വേറൊരു പുള്ളി പോയി. അവന്റെ പേര് ഗേഹസി എന്ന. എന്റെ സിമ്പിൾ കണക്ക് പറയാ, ഏലിയാവിന്റെ കൂടെ നടന്നവന് ഇരട്ടി അഭിഷേകം കിട്ടിയിരുന്നെങ്കിൽ ആത്മനിറവിൽ, വിശുദ്ധിയിൽ, പ്രാർത്ഥനയിൽ ഏലീശയുടെ കൂടെ നടന്നവന് 4 ഇരട്ടി അഭിഷേകം കിട്ടിയേന്. പക്ഷെ കിട്ടിയത് കുഷ്ഠമാണ്. അതുകൊണ്ട് പെന്തക്കോസ്തിലാണെന്നൊന്നും പറഞ്ഞ് ആരും ആവേശം കൊള്ളണ്ട. പാപം നമ്മളിൽ കർത്തൃത്വം നടത്തരുത്. നമ്മെ വിശുദ്ധിയിൽ നയിക്കുന്ന ആത്മാവ് വേണം നടത്താൻ. ആമേൻ, ആമേൻ. കുഷ്ഠം വന്നവർ പെന്തക്കോസ്തിൽ വേണ്ട, കൃപ ലഭിച്ചവർ മതി പെന്തക്കോസ്തിൽ. ഒന്ന്, മരണം മാറി നിത്യജീവൻ. 2, ശാപം മാറി അനുഗ്രഹം. 3, പാപത്തിന്റെ കർത്തൃത്വം മാറി പരിശുദ്ധാത്മാവിന്റെ കർത്തൃത്വം. 4, പവർ ഓഫ് സാറ്റാൻ റിവേഴ്സ് ചെയ്ത് പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ് എന്റെ മേൽ വന്നു. പവർ ഓഫ് സേറ്റൻ. എനിക്ക് സമയം കാണുന്നുണ്ട്. ഞാനൊരു ലോക്കൽ ചർച്ച പാസ്റ്ററായിട്ടാണ് പ്രസംഗിക്കുന്നത്. അതിൽ കൂടുതൽ തിയോളജി പറയാൻ എനിക്കറിയില്ല. മറ്റേത് കാലത്തെക്കാട്ടിലും അധികം കുടുംബങ്ങളെയും ജീവിതങ്ങളെയും പിശാച് ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ഇല്ലാത്തതുപോലെ യുവതലമുറകൾ ഡിപ്രഷനിലൂടെ പോകുന്നത് ഞാൻ കാണുന്നുണ്ട്. ഇതുവരെ ഇല്ലാത്തതുപോലെ കുടുംബ ബന്ധങ്ങൾ തകരുന്നത് കാണുന്നുണ്ട്, സഭകൾ തകരുന്നത് കാണുന്നുണ്ട്. ഇതിൻ്റെ ഒരു കാരണം തേടി പോയപ്പോ വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ നിന്ന് എനിക്കൊരു കാരണം കിട്ടി. ഇനി അവന്റെ മുമ്പിൽ കാലം കുറച്ചേ ഉള്ളെന്ന് അവൻ അറിയാവുന്നത് കൊണ്ട് ഇതുവരെ പ്രവർത്തിച്ചതിൽ ശക്തിയോടെ അവൻ പ്രവർത്തിക്കുകയാ. പക്ഷെ എനിക്ക് അവിടെ ഒരു മറുപടി ഉണ്ട്. എനിക്കൊരു മറുപടി ഉണ്ട്. വെളിപ്പാട് 12:10-11 അവർ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായും തങ്ങളുടെ സാക്ഷ്യവചനം നിമിത്തവും പിശാചിനെ ജയിച്ചു. ഇന്ന് രാത്രി പരാജയപ്പെട്ടവരല്ലെന്ന്, രക്തത്താൽ ജയിച്ചവരാണ്. എല്ലാവരും യേശുവിന്റെ രക്തം വിളിച്ചു പറഞ്ഞാട്ടെ. മരുഭൂമിയിൽ ഏതവന് ഓടിച്ചെന്ന് പറിക്കാവുന്ന ഒരു ചെടി ഉണ്ടായിരുന്നു, ഈ സോപ്പ് ചെടി. രക്ഷയ്ക്ക് അവനൊരു പ്രൈസ് ടാഗ് വെച്ചിരുന്നെങ്കിൽ ടാറ്റയും ബിർളയും മാത്രം രക്ഷിക്കപ്പെടുമായിരുന്നു. എന്നാൽ ഏവനും കൈത്തെട്ടിപ്പിടിച്ചാൽ അവൻ രക്ഷ പരസ്യമാക്കി നടുവിൽ നിർത്തിയത് കൊണ്ട് ഇന്ന് രാത്രി നീ പണം കൊടുക്കണ്ട. നിന്റെ നാവ് ചലിപ്പിച്ച രക്തം വിളിച്ചു പറയുമ്പോൾ ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി ഇന്നും സംസാരിക്കുന്ന, വിടുവിക്കുന്ന, ശക്തീകരിക്കുന്ന അന്ധകാര ശക്തിയുടെ മേൽ നിനക്ക് ജയം തരുന്ന യേശുവിന്റെ രക്തം. നീ പാർക്കുന്ന വീട്ടിൽ രക്തമടയാളമായിരിക്കും. സംഹാരകം നിനക്കെതിരെ കടന്നു വരുമ്പോ ദേശത്തെ ഒരു സംഹാരവും നിന്നെ തൊടുകില്ല. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? വാ തുറന്ന് രക്തം വിളിച്ചു പറഞ്ഞാട്ട് എല്ലാ കുടുംബങ്ങളുടെ മേലും, എല്ലാ വാഹനങ്ങളുടെ മേലും, എല്ലാ പാസ്റ്റർമാരുടെ മേലും, എല്ലാ ശുശ്രൂഷകളുടെ മേലും ഇന്ന് രാത്രി രക്തം, യേശുവിന്റെ രക്തത്തിന്റെ ശക്തി വിളിച്ചു പറയട്ടെ. റിവേഴ്സൽ നടത്തിയത് പോരാ. 10 സെക്കൻഡോട് ഞാൻ പറയാം. എനിക്ക് ഒരു കൂട്ടം അനുഗ്രഹം. അവൻ എന്നെ എഴുന്നേൽപ്പിച്ചു, അവൻ എന്നെ ഉയർപ്പിച്ചു, പിതാവിനോട് നിരപ്പ് പ്രാപിച്ചു. അവൻ എന്നെ സ്വർഗ സ്ഥലങ്ങളിൽ ഇരുത്തി, വാഴ്ചകളുടെ മേലും അധികാരങ്ങളുടെ മേലും എനിക്ക് അവകാശം തന്നു. എനിക്കിപ്പോൾ ദൈവത്തോട് സമാധാനമുണ്ട്. ഈ കൃപയിലേക്ക് എന്നെ കൊണ്ടുവന്ന ക്രൂശിന് മഹത്വം, കർത്താവിന് മഹത്വം.